ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? ഇന്നില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. നമ്മൾ തട്ടുകടയിലൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു തട്ടുകടയുണ്ട്. എപ്പോഴും കുട്ടികൾ പറയുന്നത് അതുപോലത്തെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നു. അപ്പോൾ അവർ ജീരകശാലയോ ബാസ്മതി റൈസോ അതൊന്നും അല്ല കേട്ടോ എടുക്കുന്നത്. സോനാ മസൂരി എന്ന് പറയുന്ന റൈസാണ് എടുക്കുന്നത്. ഇതിൽ പെർഫെക്റ്റ് ടെക്സ്ചറാണ് കേട്ടോ കിട്ടാൻ പോകുന്നത്. കാരണം നമ്മൾ പെട്ടെന്ന് ചൂട് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണല്ലോ ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കബാബും വേണത്ര, അതിൽ സെപ്പറേറ്റ് ചിക്കനും കൂടി ഫ്രൈ ആയിട്ട് എനിക്ക് വേണം, അങ്ങനത്തെ ഒരു ഡിമാൻഡും കൂടി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാടൊന്നും ഉണ്ടാക്കണ്ട, ഞങ്ങൾക്ക് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റായിട്ടും പിന്നെ കുട്ടികൾക്കുള്ള ലഞ്ചിനായിട്ടും മാത്രം കൊടുക്കുക. കാരണം ഇന്ന് വീട്ടിൽ ഞാനും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ 2 കപ്പാണ് സോനാ മസൂരി എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ കുതിർത്തിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നോർമൽ നമ്മുടെ ഗീ റൈസൊക്കെ വെക്കുന്നത് പോലെയാണ്. ഉള്ളിയും ഓയിലും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കുക. എന്നിട്ട് അരി എത്രയാണ് എടുക്കുന്നതെന്ന് അതിൻ്റെ 1 കപ്പിന് 1.5 കപ്പിന് അളവിലുള്ള വെള്ളം എടുത്തിട്ട് അങ്ങനെ ജീരകശാല റൈസ് ഇല്ലേ അത് വെച്ച് കൊടുക്കുന്ന പോലെയാണ് നമ്മൾ ഈ ചോറ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 2 വിസിലാക്കിയിട്ട് അത് എടുത്തിട്ടുണ്ട്. പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇതിനുള്ള മസാല റെഡിയാക്കുന്നത്, എനിക്ക് കബാബും കിട്ടണം എന്നാൽ അതിൽ ഫ്രൈഡ് റൈസ് പോലെ ആവുകയും വേണം. അപ്പോൾ അതിനുള്ള എൻ്റേതായിട്ടുള്ള ഒരു ഐഡിയാസിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പെർഫെക്റ്റ് ടെക്സ്ചറിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈഡ് റൈസിന് നിർബന്ധമായിട്ടുള്ളതാണ് ഈ കടായി, ഈ പാത്രമാണ് കേട്ടോ വേണ്ടത്. കാരണം നമുക്കിങ്ങനെ ചോറ് മറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാൻ ചിക്കൻ ഒരു 1/2 ടീസ്പൂണോളം, എത്രയും ചിക്കൻ എടുക്കുന്ന അത്രയും ചിക്കൻ്റെ അനുസരിച്ചിട്ടുള്ള മസാലകൾ എടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ മണം മാറുമ്പോൾ എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ചിക്കനെ ഞാനൊന്ന് ഓയിലിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അതിലേക്ക് നല്ലോണം ഫ്രൈ ആക്കുന്ന പറഞ്ഞാൽ ആ ചിക്കൻ നല്ലോണം മൂത്തിട്ട് ഒന്ന് കുക്കായിട്ട് ഇട്ടണം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ബരിസ്റ്റ ഇല്ലേ ഓണിയൻ ഫ്രൈ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊടുത്തിട്ട് ഉള്ളതെന്നുള്ളൂ. എന്നിട്ട് അതിലേക്ക് അത് നല്ല കുക്കായിട്ട് നല്ല നമ്മുടെ കബാബൊക്കെ റെഡിയാക്കുന്നില്ല അതുപോലെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് കുക്കായിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ വെജിറ്റബിൾസ് ആഡ് ആക്കുന്നുണ്ട്. വെജിറ്റബിൾസ് അധികം ഒന്നും കുക്കാവണ്ട ഫ്രൈഡ് റൈസിൽ. അപ്പോൾ ഞാൻ ആഡ് ആക്കിയിട്ടുള്ളത് കുറച്ച് ക്യാബേജും ഒരു ക്യാപ്സിക്കമിൻ്റെ പകുതി മാത്രം ക്യാപ്സിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം ആദ്യം. എന്നിട്ട് അതെല്ലാം മിക്സാക്കി കഴിഞ്ഞിട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ മുട്ടയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി മിക്സ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് സോസ് ആഡ് ആക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ടൊമാറ്റോ സോസും സോയ സോസും മാത്രമാണ് ആഡ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ആഡ് ആക്കാം. പറയാൻ വിട്ടുപോയതാണ്. ഇതിലേക്ക് കുറച്ച് പെപ്പർ പൊടി ആഡ് ആക്കിയതുകൊണ്ട് ഞാൻ പിന്നെ കുട്ടികൾക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചില്ലി സോസ് ആഡ് ആക്കുന്നത്. പക്ഷേ നിങ്ങൾ വലിയവരാണെങ്കിൽ ചില്ലി സോസ് ആഡ് ആക്കുക. ഇതെല്ലാം കൂടി ആഡ് ആക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഇത് 2 വിസിലാക്കിയിട്ട് എടുത്തിട്ടുള്ള സോനാ മസൂരി റൈസാണ് കേട്ടോ. ഇത് അങ്ങനെ പൊടിഞ്ഞു പോയില്ല ഈ അരി. അതുകൊണ്ട് സോനാ മസൂരി തന്നെ ഫ്രൈഡ് റൈസിനൊക്കെ നമുക്ക് തട്ടുകടയിൽ റെഡിയാക്കിയിട്ട് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന റൈസും കൂടിയാണ്. അതുതന്നെ എടുക്കാൻ നിങ്ങളൊന്ന് ട്രൈ ആക്കാം. എന്നിട്ട് ഇത് തീ നല്ലോണം ലൂളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. പിന്നെ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഓപ്ഷണലാണ്, അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 5-6 മിനിറ്റോളം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചോറൊക്കെ നല്ലോണം ഒന്ന് ഒട്ടിപ്പിടിക്കാതെ നല്ല ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന അതുപോലത്തെ ഫ്രൈഡ് റൈസ് പോലത്തെ കബാബും ഫ്രൈഡ് റൈസും ആയിട്ടാണ് ഒന്നിച്ചിട്ട് എനിക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുട്ടികൾക്കുള്ള പ്ലേറ്റിങ്ങും ചെയ്യുന്നുണ്ട്. ചോറ് നല്ല തരിയായിട്ട് തന്നെ നല്ല അധികം വെന്തിട്ട് ഉടഞ്ഞിട്ടില്ലാത്തൊരു ചോറും പിന്നെ കബാബും നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ളൊരു കബാബും കൂടി ഇതിൽ റെഡിയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പെട്ടെന്ന് ഈസിയുമാണ്. എല്ലാം ഒരേ പാത്രത്തിൽ തന്നെ നമുക്ക് എല്ലാം സെപ്പറേറ്റ് ആക്കിയതിനേക്കാളും ടേസ്റ്റായിട്ട് കിട്ടുന്ന ഒരു ഫ്രൈഡ് റൈസും കൂടിയാണ്. അങ്ങനെ ഞാൻ പ്ലേറ്റിംഗ് ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇത് ഇന്നത്തെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പ്രിപ്പയർ ആയിട്ടുണ്ട്. പിന്നെ ഇത് കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാനിവിടെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കുള്ളത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഉച്ചക്കേക്കുള്ള ലഞ്ചും കൂടി റെഡിയാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കുള്ള ലഞ്ച് ഇത് ഇങ്ങനെ ഹോട്ട് ബോക്സിൽ കുറച്ച് മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിൽ അധികം ആളുകൾ ഇല്ലെങ്കിലും നമ്മൾ എന്തായാലും തട്ടിക്കൂട്ടിയിട്ടാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ കുട്ടികൾക്ക് വേറെ ഞങ്ങൾക്ക് വേറെ എന്തായാലും ഞങ്ങൾ വീട്ടുകാർ ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ കാലത്ത് തന്നെ നമ്മുടെ
ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ കഴിക്കണം, അവരുടെ തലയൊക്കെ വാരി കൊടുക്കണം, പിന്നെ സ്കൂൾ വാൻ വരും, അങ്ങനത്തെ പരിപാടികളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരാം. പിന്നെ സബ്സ്ക്രൈബ് ആക്കാത്ത കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ്. എന്തായാലും ഒരു ചെറിയതായിട്ടൊരു ഹെൽപ്ഫുള്ളും ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. ഇനിയിപ്പോൾ എല്ലാം റെഡിയാക്കാം. ഞാനും ഇവിടെ വൈൻഡപ്പ് ആക്കുന്നുണ്ട്. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.